കൊടൈക്കനാൽ ലേക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രകൃതിയുടെ ഒരു അത്ഭുതമൊന്നുമല്ല. കൊടൈക്കനാൽ ലേക്ക് കാണാൻ വേണ്ടി കൊച്ചിയിൽ നിന്ന് 250 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് 12 മണിയോടെയാണ് കൊടൈക്കനാലിൽ എത്തുന്നത്. ക്രേക്ക് മോർ ബൈ കൊടൈ റിസോർട്ട് എന്ന് പറയുന്ന ഒരു അടിപൊളി റിസോർട്ടിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. 1 മണിയോടെ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം കൊടൈക്കനാൽ ലേക്കൊക്കെ ഒന്ന് കറങ്ങി ഒരു ബോട്ടിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. വണ്ടേഴ്സ് ട്രിപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ കൊടൈക്കനാലിലെത്തി നമ്മൾ ആദ്യം പോയത് ഇന്ന് നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ടിലേക്കാണ്. ക്രേക്ക് മോർ ബൈ കൊടൈ റിസോർട്ട് എന്ന് പറയുന്ന ഒരു മനോഹരമായ റിസോർട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. റിസോർട്ടിലേക്ക് വന്ന് കയറിയപ്പം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. റൂം റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂറോളമാണ് നമ്മളെ പുറത്തിരുത്തിയത്. ആ ഒരു ടൈമിൽ റിസോർട്ടിന്റെ പ്ലേ ഏരിയയിൽ പോയി കുറച്ച് സമയം ക്യാരം ബോർഡൊക്കെ കളിച്ചു. ഒരു ചെറിയൊരു പ്ലേ ഏരിയയാണ് ഈ റിസോർട്ടിനുള്ളത്. പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ ഒരു ഗസ്റ്റ് ഹൗസ് ആണ് ഇപ്പൊ റിനോവേറ്റ് ചെയ്തിട്ട് ഈ റിസോർട്ട് ആക്കിയിരിക്കുന്നത്. 1 മണിയോടെ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തു ഒന്ന് ഫ്രഷായി നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്തു പോകാൻ തീരുമാനിച്ചു. പുറത്തിറങ്ങുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. അതങ്ങനെയാണല്ലോ, നമ്മൾ എവിടെ ട്രിപ്പ് പോയാലും ഒരു മഴ നമുക്ക് കിട്ടാറുണ്ട്. അത് ഏത് സീസൺ ആയാലും. മഴയൊന്നും വകവെക്കാതെ നമ്മൾ യാത്ര ആരംഭിച്ചു. കൊടൈക്കനാലിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി സ്പോട്ടാണ് മന്മനം റെസ്റ്റോറൻറ്റ്. അവിടുത്തെ മട്ടൻ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ റെസ്റ്റോറൻറ്റിലേക്കാണ് ആദ്യം പോയത്. നല്ല തിരക്കുള്ള റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് കുറേ സമയം കാത്തിരുന്നിട്ടാണ് ഒരു സീറ്റ് കിട്ടിയത്. മട്ടൻ ബിരിയാണിയും നാട്ടുകോഴി ബിരിയാണിയുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നല്ല വാഴയിലയിൽ കുറച്ച് സാലഡും അതിൻ്റെ കൂടെ ഈ ഒരു മൺപാത്രത്തിലാണ് ഇവിടെ ബിരിയാണി സെർവ് ചെയ്യുന്നത്. ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങുമ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ബിരിയാണി പറ്റി പറയുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കഴിച്ചതിന്റെ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇവിടുന്ന് ബിരിയാണി കഴിച്ചപ്പോൾ. നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലത്തുനിന്ന് വെറും 100-150 മീറ്റർ മാത്രമേ ഉള്ളൂ കൊടൈക്കനാൽ ലേക്കിലേക്കുള്ള ദൂരം. കൊടൈക്കനാൽ ലേക്കിന്റെ അടുത്തേക്ക് അടുക്കും തോറും ധാരാളം ഇതുപോലത്തെ കടകൾ കാണാൻ കഴിയും. മെയിൻ ആയിട്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനുള്ള കടകളാണ് ഇവിടെ പൊതുവെ കണ്ടുവരുന്നത്. ഇതുകൂടാതെ ധാരാളം ഇൻഡോർ ആക്ടിവിറ്റീസും ഔട്ട്ഡോർ ആക്ടിവിറ്റീസും നമുക്ക് കാണാൻ കഴിയും. അതിലെ മെയിൻ കുറച്ച് ഐറ്റമാണ് ഹോഴ്സ് റൈഡിങ്ങും സൈക്ലിങ്ങും, പിന്നെ ഇതിലെല്ലാം പ്രധാനമായിട്ടുള്ളത് ബോട്ടിങ്ങും. കൊടൈക്കനാലിലേക്ക് വരുന്ന ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ലേക്കിലൂടെയുള്ള ബോട്ടിംഗ്, അതും പെഡൽ ബോട്ടിംഗ്. ചെറിയൊരു മഴ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ബോട്ടിംഗ് ഒക്കെ പതിയെ തുടങ്ങുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള കുതിരകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കുറെ ആളുകൾ സൈക്കിൾ എടുത്ത് ഈ കൊടൈക്കനാൽ ലേക്കിന് ചുറ്റും കറങ്ങുന്ന കാഴ്ചകളും കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊടൈക്കനാൽ ലേക്കിലെ ഒരു ബോട്ടിംഗ് ആണ്. കൊടൈക്കനാൽ മുനിസിപ്പാലിറ്റിന്റെ ബോട്ട് ഹൗസ് ആണ് നമുക്ക് തൊട്ടടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ പോയി ടിക്കറ്റ് എടുക്കാൻ നിന്നു. അപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത്, ഇവിടെ ഇപ്പോഴും ഓൺലൈൻ പേയ്മെന്റ് ഒന്നും സ്വീകരിക്കില്ല എന്ന്. നമ്മൾ പൈസ കൊടുത്തു ടിക്കറ്റ് എടുത്തു. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന റോബോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. 500 രൂപയാണ് 20 മിനിറ്റത്തേക്കുള്ള ചാർജ് എന്ന് പറയുന്നത്. 1000 രൂപ കൊടുത്തു വേണം നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ. തിരിച്ചു വരുമ്പോൾ 500 രൂപ നമുക്ക് റീഫണ്ടും ചെയ്യും. ടിക്കറ്റ് എടുത്തു നേരെ നടന്നുപോയി ലൈഫ് ജാക്കറ്റ് ഇട്ടു. പിന്നെ പോയത് ബോട്ടിന്റെ അടുത്തേക്കാണ്. ഈ കാണുന്ന ബോട്ടിൽ ഈ അണ്ണനാണ് നമ്മളെ ഈ ലേക്കിലൂടെ റൈഡിന് കൊണ്ടുപോകുന്നത്. കൊടൈ ലേക്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു കൊടൈക്കനാൽ ലേക്ക് ശരിക്കും ഒരു മാൻ മെയ്ഡ് ലേക്കാണ്, ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക്. 1863 മധുരൈ കലക്ടറായ ഹെൻറി ഈ ഒരു ലേക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇത്രയും ദീർഘവീക്ഷണമുള്ള ആളായത് കൊണ്ട് തന്നെ ഇവിടെ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം പൈസ കൊണ്ടാണ്. പണ്ട് കാലത്ത് ഇവിടെ നീന്താനും കുളിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വെറും ബോട്ടിംഗ് മാത്രമാണ്. കൊടൈക്കനാലിലേക്ക് വരുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും കൊടൈക്കനാൽ ലേക്കിലൂടെ ഒരു ബോട്ടിംഗ് ചെയ്യാതെ പോകാറില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കൊടൈക്കനാൽ ലേക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രകൃതിയുടെ സൃഷ്ടിയൊന്നുമല്ല. 20 മിനിറ്റാണ് ബോട്ടിങ്ങിന്റെ ടൈം. ആ 20 മിനിറ്റ് പെട്ടെന്ന് തീർന്നത് പോലെയാണ് തോന്നിയത്. ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആ ഒരു സ്ഥലത്ത് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വഴിക്ക് ലൈഫ് ജാക്കറ്റും കൊടുത്ത് അവിടുന്ന് 500 രൂപ റീഫണ്ടും വാങ്ങിച്ചിട്ടാണ്
നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. പൊതുവേ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വന്നാൽ ട്രൈ ചെയ്യേണ്ട കുറച്ച് ഫുഡാണ് മസാലപ്പൊരിയും കോണും. വൈകുന്നേരം ആയപ്പം തന്നെ തണുപ്പ് കുറച്ച് കൂടി തുടങ്ങി. ആ ഒരു ടൈമിൽ ഈ കോണ് ചുടുന്നതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ചൂട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. കുറേ സമയം ലേക്കിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് ഇവിടെയൊക്കെ ഒന്ന് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത സ്പോട്ടിലേക്ക് പോകേണ്ട പ്ലാൻ ഇട്ടത്. കൊടൈക്കനാലിൽ ഫേമസ് ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് ജബ്ബാസ് കോഫി ഷോപ്പ്. കൊടൈക്കനാൽ ലേക്കിൽ നിന്ന് 1 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്താലാണ് ഈ ഒരു സ്പോട്ട് എത്തുന്നത്. ഏകദേശം 15 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടുന്ന് ഹോട്ട് ചോക്ലേറ്റ് കിട്ടിയത്. അത്രയും ടൈം എടുത്തിട്ടാണ് ഇവിടെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി തരുന്നത്. കുക്കറിൽ പാലും ചോക്ലേറ്റ് ബാർസും ഒക്കെ ഇട്ടിട്ട് കുറേ സമയം ബോയിൽ ചെയ്തിട്ടാണ് ആ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. തിരിച്ച് റിസോർട്ടിലെത്തുമ്പോഴത്തേക്കും നല്ല ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 8 മണിക്ക് ക്യാമ്പ് ഫയർ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വേഗം റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ചുമ്മാ ഹാളിലൂടെ നടക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. വർക്ക് ചെയ്യുമോന്നറിയില്ല, പക്ഷെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തോ പുതുതായിട്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ഇവിടെ പണ്ട് താമസിച്ചിരുന്ന ആളുകളുടെ ഫോട്ടോ ഒക്കെ നമുക്ക് ഈ ഹാളിൽ ചുമരുമിൽ കാണാൻ കഴിയും. മഴയൊക്കെ പെയ്തതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇവരിവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് അത്ര വൈബ് ഫീൽ ചെയ്യാത്തതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് നിന്നുള്ളൂ. നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ വന്നിട്ട് പോകാത്തൊരു സ്ഥലമാണ് റെസ്റ്റോറൻറ്റ്. അകത്തും പുറത്തുമായിട്ടാണ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ വന്ന് ആദ്യം ഓർഡർ ചെയ്തത് നല്ല സ്പൈസി ആയിട്ടുള്ള സൂപ്പാണ്. ഇതിൻ്റെ കൂടെ റൊട്ടിയും ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഫുഡെല്ലാം വളരെ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വേഗം ഫുഡ് കഴിച്ചു അന്നത്തെ ദിവസം കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റു, ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ഒന്ന് നടക്കാൻ ഇറങ്ങി. റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ റൂം എടുത്തിരിക്കുന്ന കോട്ടേജാണ് ഈ കാണുന്നത്. ഇതിൻ്റെ താഴോട്ട് നടന്നു പോയാൽ വേറെയും കോട്ടേജ് ഉണ്ട്. അതൊരു മോഡേൺ സ്റ്റൈലിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ 2 സൈഡിലും ധാരാളം വെജിറ്റബിളും ഫ്രൂട്ട്സും ഗാർഡൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ മേളിലോട്ട് പോകുമ്പോൾ ജിമ്മും മസാജിങ് സെൻറ്ററും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ മസാജിങ് സെൻറ്ററിൻ്റെ മേളിലായിട്ടാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. തണുപ്പായത് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആരും തന്നെ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടില്ല. നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയറിന് പോയ സ്ഥലമാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടും എന്തൊക്കെയോ കൺസ്ട്രക്ഷനൊക്കെ വരുന്നുണ്ട്. എല്ലാം ഒന്ന് ചുറ്റി കാണുമ്പോഴത്തേക്കും ഒന്ന് തളർന്നു. ഇനി ഇന്നത്തെ ദിവസം നമുക്ക് കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട്. ഗുണ കേവ്സും അത് കഴിഞ്ഞ് പൂണ്ടിയും കൂക്കാലും ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ വേഗം ഫ്രഷായി ഫുഡും കഴിച്ച് ഗുണ കേവ്സിലേക്ക് പോകണം. ആ ഒരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.